ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്ക്, നിങ്ങൾ ഇപ്പൊ കേരളത്തിലെ അടക്കമുള്ള ട്രെൻഡ് എടുത്ത് നോക്ക്. ആരെങ്കിലും ഭരണകൂടത്തെ വിമർശിക്കുന്നുണ്ടോ? എല്ലാവരും പറയുന്നത് തിരിച്ചടിക്കണം, കർശനമായ സന്ദേശം കൊടുക്കണം, എല്ലാവരെയും കൊല്ലണം. പിന്നെ അതിനപ്പുറം പോയിട്ടുള്ള വേറെ പല കാര്യങ്ങളുണ്ട്. അതിനപ്പുറം ഇത് ഭരണകൂടത്തിന്റെ വീഴ്ചയാണ്. എവിടെ ഞങ്ങളുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ കശ്മീർ സമാധാനത്തിന്റെ താഴ്വരയാകാൻ പോവുകയാണ്. ഇനി അവിടെ ഒരു നിലക്കുള്ള തീവ്രവാദവും ഇല്ല. നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ എന്താ മോദി പറഞ്ഞത്? ഭീകരവാദത്തിന് ഫണ്ട് ചെയ്യുന്ന സകല സംവിധാനങ്ങളും ഇല്ലാതായിരിക്കുന്നു, ഭീകരവാദം അവസാനിക്കാൻ പോവുകയാണെന്ന്. നോട്ട് നിരോധനത്തിന്റെ കെടുതി മുഴുവൻ നമ്മൾ സഹിച്ചു. എന്തിനാ? ഭീകരവാദം ഇല്ലാതാവുന്നതിൽ ഇല്ലാതായിക്കൂടെ നടത്തിലാണ്. ഭീകരവാദം ഇല്ലാതാവില്ല. അതിനുശേഷം നടന്ന ആക്രമണം എത്രയാണ്? 370 എടുത്തതിന് ശേഷം എത്ര ആക്രമണങ്ങളുണ്ടായി? കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കശ്മീരിൽ എത്ര ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? 100 കണക്കിന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഡസൺ കണക്കിന് സെക്യൂരിറ്റി ഓഫീഷ്യൽസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇത് തടയാനുള്ള പദ്ധതി ഇല്ലാത്തതുകൊണ്ടാണ്. എന്താണ്? മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് മാസ്റ്റർ പ്ലാൻ ഉണ്ടായില്ല. ഈ സർക്കാരിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? എന്നിട്ട് എവിടെ? പുൽവാമ ആക്രമണം ഉണ്ടായല്ലോ, ഉറിയിൽ ആക്രമണം ഉണ്ടായല്ലോ, പത്താൻകോട്ടിൽ ഉണ്ടായല്ലോ. ചെറിയ ആക്രമണമല്ല. എത്ര പേരെ കൊല്ലപ്പെട്ടത്? ഏതൊക്കെ പ്രദേശങ്ങൾ, ഏതൊക്കെ നിർണായക വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടത്? ഇതിന് ഭരണകൂടം ഉത്തരം പറയേണ്ടി വരുന്നില്ല എന്ന സവിശേഷ സാഹചര്യം ഇവിടെ ഉണ്ട്. അന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോ വി വാണ്ട് റിവഞ്ച് എന്ന തലക്കെട്ടിൽ രാവിലെ മുതൽ കണ്ടിന്യൂസ് കവറേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന അർണബ് ഗോസ്വാമിമാരുണ്ടല്ലോ, അവര് ഈ സർക്കാരിനോട് ചോദിക്കുന്നുണ്ടോ ഇതെന്താ നടക്കുന്നതെന്ന്? ഇതിന് മുമ്പായിരുന്നെങ്കിൽ മൻമോഹൻ സിംഗ് സർക്കാരിനെ കുന്തത്തിൽ കയറ്റി നിർത്തിയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ. ഇന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഗവൺമെന്റിനോട് ഒരു ചോദ്യവുമില്ല. നോക്കൂ, നമ്മൾ അത് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു അന്തരീക്ഷം നോക്കൂ. കേരളത്തിൽ പോലും ഇരുന്ന് പ്രതിഷേധിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന മനുഷ്യർ, നോൺ BJP-ക്കാരായ അവർക്ക് പോലും ഗവൺമെന്റിനോട് ചോദ്യമില്ല. അങ്ങനെ ഭരണകൂടത്തോട് ചോദ്യം പോലും ചോദിക്കുന്നത് പാപമാണ്, രാജ്യദ്രോഹമാണ് എന്ന ഒരു അന്തരീക്ഷവും മാനസിക നിലയും സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ അങ്ങനെയല്ല കാണേണ്ടത്. ഇത് സർക്കാരിനോട് എവിടെ ഞങ്ങളുടെ സെക്യൂരിറ്റി? നിങ്ങൾ പറഞ്ഞു കശ്മീരിൽ സമാധാനമാണ്, അവിടെ മുഴുവൻ പട്ടാളക്കാരുണ്ട്, അവിടെ എല്ലാം ശാന്തമായിരിക്കുന്നു. അത് വിശ്വസിച്ച് വന്ന മനുഷ്യർക്ക് ഈ പറയുന്ന കെടുതി അനുഭവിക്കേണ്ടി, അത്യാഹിതം അനുഭവിക്കേണ്ടി വന്നു. ഇത്രയും പട്ടാളക്കാരുള്ള ഒരു സ്ഥലത്ത് വരുന്നു, എന്തൊക്കെയോ ചോദിക്കുന്നു, വെടിവെക്കുന്നു, ആളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ പരിപാടി. പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ പുൽവാമയിലെ സൈനികർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് പ്രസംഗിച്ച ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ സൈനികർക്ക് വേണ്ടി അദ്ദേഹം പറയണ്ടേ? കശ്മീരിന് വേണ്ടി പറയണ്ടേ? അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ പറയും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അതിനെ വേരറക്കാൻ, അത് യഥാർത്ഥ ആളുകളെ കൊണ്ടുവന്ന് നിയമത്തിന്റെ മുമ്പിൽ നിർത്താനുള്ള ബാധ്യത ഭരണകൂടം നിറവേറ്റുമോ ഇനിയെങ്കിലും എന്ന് നമുക്ക് നോക്കാം.